ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫത്തൂസ് കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചൈനീസ് ബിരിയാണിയാണ്. ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്, വെറൈറ്റിയുമായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അതുകൊണ്ട് നിങ്ങളിത് ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണമെങ്കിൽ ചില്ലി ചിക്കൻ ബിരിയാണി എന്നും പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലോട്ട് നമ്മൾ അധികം ഓയിൽ ചേർക്കാത്ത ബിരിയാണിയാണ്. ഇനി നമുക്ക് 1 കിലോ ചിക്കൻ എടുക്കാം. നമ്മൾ ബോൺലെസ് ആണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബോണുള്ള എടുക്കാം. ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ 1.5 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ലെമണും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ചു നേരം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 8 കാശ്മീരി ചില്ലി ഹോട്ട് വാട്ടറിലേക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. ഇത് കുറച്ച് സ്പൈസിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കുറവ് സ്പൈസ് വേണമെങ്കിൽ ഇതിനെക്കാട്ടി കുറവെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്തിൽ നമുക്കൊരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ, പെപ്പർ പൗഡർ 1 ടീസ്പൂണും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കി വന്ന ഓയിലിൽ തന്നെ ജിഞ്ചർ 1 ടേബിൾ സ്പൂൺ, ഗാർലിക് 1 ടേബിൾ സ്പൂൺ, പിന്നെ 3 ചില്ലി ചോപ്പ് ചെയ്തത്, എല്ലാം ചോപ്പ് ചെയ്തതാണ്, നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുക്കായി വരുന്നതിനിടയിൽ നമുക്ക് 2 സവാള ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച കാശ്മീരി ചില്ലി നമുക്ക് പേസ്റ്റാക്കി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഓയിൽ തെളിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളുടെ ഓയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ക്യാരറ്റ് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നീളത്തിലാണ് സ്ലൈസ് ചെയ്തേക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്ലൈസ് ചെയ്യാം. ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ക്യാപ്സിക്കമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ 2 എണ്ണമാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മളിൽ എല്ലാ കളറും ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ എല്ലാ കളറും എടുത്ത് നിങ്ങളിലുള്ളത് ആഡ് ചെയ്താൽ മതി. ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത സോസിൻ്റെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തേക്കുന്ന ബ്രൗൺ ഷുഗറാണ്, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഷുഗർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത ചിക്കൻ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒനിയൻ ലീഫ് 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി 4.5 ഗ്ലാസ് വെള്ളം ഒരു പാനിലോട്ട് വെച്ചിട്ട് റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മളിപ്പോൾ 3 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 4.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സോൾട്ടും പിന്നെ കുറച്ച് ലൈം ജ്യൂസും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലെയർ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് നമ്മളുടെ നേരത്തെ എടുത്ത മസാല ഒരു പാനിൽ വെച്ചിട്ട് നമുക്ക് റൈസ് അതിൻ്റെ ടോപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഫ്ലെയിം ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഒരു ലെയർ മസാലയും കൂടെ അതിൻ്റെ പുറത്ത് ആഡ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ റൈസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പം ഇപ്പോൾ നമ്മളുടെ റൈസൊക്കെ ദമ്മായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചൈനീസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ റൈസിലൊന്നും ഗീയോ ഓയിലോ ചേർക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. മസാലയിൽ മാത്രമേ നമ്മൾ ഓയിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.